ആത്മീയ തട്ടിപ്പുകൾ അധികരിച്ച കാലത്ത് നമ്മൾ ആത്മീയതയിലെത്താൻ ഏതെങ്കിലും ശൈഖിനെ പരതി പോകുന്നതിന് പകരം നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമുക്ക് കിടയറ്റ ആലിമീങ്ങളുണ്ട്, കറാഹത്ത് വരാതെ ജീവിതത്തിൽ ശ്രദ്ധിക്കുന്ന റഈസുൽ ഉലമയുടെയും സുൽത്താനുൽ ഉലമയുടെയും ഏറ്റവും നല്ല ഒരു പണ്ഡിത സംഘടനയുടെ കീഴിലാണല്ലോ നമ്മളുള്ളത്. നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതിക്കിയ പറഞ്ഞതു തന്നെയാണ്. ഹാഫിള് അലാ സുനനിൻ വആദാബിൻ അതത് മഅ്സൂറതൻ അൻ ഖൈരി മൻ ജാ മുർസല. നമ്മുടെ പുന്നാര നേതാവായ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച സുന്നത്ത് അതെല്ലാവർക്കും അറിയാമല്ലോ. ആ സുന്നത്തുകൾ പരമാവധി ജീവിതത്തിൽ കൊണ്ടുവന്ന് ഇന്ന തസവ്വുഫ കുല്ലഹു ലഹു അൽ അദബ്. മോനെ, സൂഫിയാവൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ സമയത്ത് ചെയ്യേണ്ട സുന്നത്ത് കൃത്യമായി ചെയ്യൽ. പുരുഷന്മാര് ചെയ്യേണ്ട സുന്നത്ത് വേറെയുണ്ട്. അതിന് സ്ത്രീകൾക്ക് ചിലതിൽ ഭാഗവാക്കാൻ പറ്റൂല. എന്ന സ്ത്രീകൾക്കുള്ള കൂലിയെല്ലാം പുരുഷന്മാർക്ക് നേടിയെടുക്കാൻ പറ്റൂല. അതെല്ലാം അവരവര് പഠിച്ചതനുസരിച്ച് ജീവിച്ച് അല്ലാഹുവിന്റെ പൊരുത്തത്തിലായി ജീവിച്ച് ഫീമ അബ്ല, നിന്റെ ആരോഗ്യം, നിന്റെ യുവത്വം എന്തിന് ചെലവഴിച്ചു എന്ന് ചോദിക്കുമ്പോൾ ആയിരക്കണക്കിന് മീറ്റിങ്ങുകളിൽ പങ്കെടുത്ത്, സെക്രട്ടേറിയറ്റുകളിൽ, ക്യാബിനറ്റുകളിൽ പങ്കെടുത്ത് സാന്ത്വനത്തിന്റെ വക ദാറുൽ ഖൈറുൽ ഉണ്ടാക്കാൻ അധ്വാനിച്ചു. പ്രസ്ഥാനത്തിന്റെ കീഴിൽ കൊടി പിടിച്ചത് പാവപ്പെട്ടവർക്ക് മെഡിക്കൽ കാർഡ് നൽകാനും അല്ലെങ്കിൽ വീൽചെയറും വാട്ടർ ബെഡിന്റെയും കളക്ഷന് വേണ്ടിയാണ്. ഇവിടെ വയസ്സായ പ്രായമുള്ള ഉസ്താദ് അവർകൾ നിങ്ങളുടെ ചെറുപ്പക്കാരുടെ അടുത്ത് വന്നിട്ട് ഒരു പിരിവ് നടത്തിയില്ലേ? ഉസ്താദിന് വേണ്ടിയല്ലല്ലോ. നമ്മുടെ ഉസ്താദുമാര് മുഴുവനും ഈ ചെയ്യുന്നത് എന്തിനാണ്? ലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹുവിന് വേണ്ടിയാണ്. ഇതുപോലെ നമ്മൾ നല്ല സംഘടനാ പ്രവർത്തകരാവണം. എന്താ ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ മഹത്വം? നമുക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പല ഇബാദത്തും സംഘടനയിൽ ചേർന്ന് നിന്നാൽ നമുക്ക് ലഭിക്കും. ഉദാഹരണത്തിന് പൂനൂർ ഡിവിഷൻ SSFന്റെ കമ്മിറ്റി ഒരു ചർച്ച, എല്ലാ യൂണിറ്റിലും സുംറ നടത്തിപ്പിക്കണം എന്ന്. ആ നിർദ്ദേശം മിനുട്സിൽ തീരുമാനമായി വന്ന് QD സെക്രട്ടറി, QD ആൻഡ് GD വഴി താഴേക്ക് സമിതി വഴി നിർദ്ദേശം പോയി. 50 യൂണിറ്റിൽ ചുരുങ്ങിയത് നടക്കുമ്പോൾ അതിൽ 500 കുട്ടികളെങ്കിലും ഭാഗവാക്കാവുന്നു. ആ 500 കുട്ടികൾ 10 വീതം സ്വലാത്ത് എല്ലിയാൽ 5000 സ്വലാത്ത് ഈ ഡിവിഷൻ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുടെ പോക്കറ്റിലേക്ക്. ഒരു മീറ്റിങ്ങിലെ 6 അജണ്ടകളിലെ ഒരജണ്ടയുടെ ഒരു കൂലി മാത്രമേ ആയിട്ടുള്ളൂ. ഇതിനാണ് SSF ഉറക്കൊഴിഞ്ഞിട്ട് മീറ്റിംഗ് കൂടുന്നത്. എന്താണ് ഈ SSF ഇങ്ങനെ നട്ടപ്പാതിര വരെ മീറ്റിംഗ് കൊടുത്തിട്ട് ഉറക്കൊഴിയുന്നത്? ഇതിനു വേണ്ടിയിട്ടാണ്. ഒറ്റക്ക് ചെയ്യാൻ പറ്റാത്ത പലതും സംഘടനാ പ്രവർത്തനത്തിലൂടെ സാധ്യമാകും. ഇത് ഇപ്പോൾ നമുക്ക് കാണുന്നത് അബ്ദുള്ള ഖരാത്തോട് മരണപ്പെട്ടിട്ട് എത്ര കൊല്ലമായി? ഓ ഖാലിദ് ഇവിടുന്ന് വഫാത്തായിട്ട് എത്ര വർഷമായി? എല്ലാ ആണ്ട് ദിനത്തിലും ഓ ഖാലിദിന് ദുആ കിട്ടുന്നു. അഖില കേരള ജമിയത്തുൽ ഉലമന്റെ സമസ്തയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലല്ലോ, മറിച്ചാരാ? ഒരു സജീവ പ്രവർത്തകനാണ്. അതിന് കിട്ടുന്ന സമ്മാനം. എന്റെ ജില്ലയിൽ കഴിഞ്ഞ സംഘടനാ വർഷത്തിന്റെ തുടക്കത്തിൽ അഫ്ലഹ് ഫറാസ് എന്ന് പറയുന്ന ഒരു പയ്യൻ, ഒരു മോൻ, SSFന്റെ സെക്രട്ടറി, സെക്ടർ സെക്രട്ടറി മരണപ്പെട്ടു. അള്ളാഹു ഖബർ സ്വർഗാക്കട്ടെ. കോടിക്കണക്കിന് ദിക്ർ ആ കുട്ടിയുടെ ഖബറിലേക്ക് പ്രവർത്തകർ ചൊല്ലിത്തീർത്തത്. ഇത് വേറെ എവിടെന്നെങ്കിലും നമുക്ക് കിട്ടുമോ? ചെറുപ്പക്കാരെ, നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കണം. നമ്മുടെ ആരോഗ്യകാലം അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി സമർപ്പിക്കണം. ഉമ്മമാരെ, നമ്മളെ മക്കള് നല്ല ദീനി പ്രവർത്തകരാവണം.
സമര പോരാട്ടത്തിൽ പങ്കെടുത്ത 4 മക്കൾ, ആ മക്കളെ കണ്ടിട്ട് ഹംസ ബീവി സന്തോഷിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, എൻ്റെ മക്കൾ ദീനീ പ്രവർത്തകരാണല്ലോ. ഇങ്ങനെ നമ്മളെ മക്കളെ കാണുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവണം. ഈ അടുത്തൊരു ഡിവിഷൻ ഭാരവാഹി പറഞ്ഞു, എൻ്റെ ഡിവിഷൻ സെക്രട്ടേറിയറ്റ് മീറ്റിംഗ് തീരുമ്പോൾ ചിലപ്പോൾ അർദ്ധരാത്രിയൊക്കെ കഴിയും. ഞാൻ എൻ്റെ ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എപ്പോഴും ഉറക്കം കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന സമയത്ത് ഉറക്കം ഞെട്ടി തുറന്നിരുന്ന് കാണുമ്പോൾ എനിക്ക് ടെൻഷനാവുന്നു ഉമ്മ. അതുകൊണ്ട് ഉമ്മ എനിക്ക് ചാവി തന്നേക്ക്, മീറ്റിംഗ് ഉള്ള ദിവസം ഞാൻ അങ്ങനെ ചെയ്തോളാം. അപ്പോൾ ആ ഉമ്മ പറഞ്ഞ വാക്കെന്താ അറിയാം, മോൻ SSFൻ്റെ മീറ്റിംഗ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോൾ ആ ഉറക്കം ഞെട്ടിയിട്ട് തുറന്നു തന്ന ബറക്കത്തുണ്ടെങ്കിൽ എനിക്ക് സ്വർഗം കിട്ടണം മോനെ, അതേ എനിക്ക് പ്രതീക്ഷയുള്ളൂ. ഇങ്ങനത്തെ നിഷ്കളങ്കരായ മാതാപിതാക്കളാണ് നമ്മുടെ മക്കളെ നല്ല വഴിയിലേക്ക് എത്തിച്ചത്. നമുക്ക് അല്ലാഹു തന്ന ഏറ്റവും വലിയ അനുഗ്രഹങ്ങളിൽ ഒന്ന് മക്കളാണ്. നിഅമുൽ ഇലാഹി അലൽ ഇബാദി കസീറത്തുൻ. അല്ലാഹു ഒരു അടിമക്ക് ധാരാളം അനുഗ്രഹങ്ങൾ കൊടുക്കും. വഅജല്ലുഹുന്ന നജാബത്തുൽ ഔലാദ്. അതിൽ ഏറ്റവും നല്ലത് മക്കൾ നന്നാവലാണ്. അല്ലാഹു നമ്മളെയൊക്കെ മക്കളെ നന്നാക്കി തെരുമാറാവട്ടെ. ചെറുപ്പക്കാരാണല്ലോ, അവരെടുത്തുനിന്ന് വരുന്ന അബദ്ധങ്ങൾ നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് സംസാരിക്കരുത്. ഒരാളുടെയും തെറ്റിനെ നാട്ടുകാർക്ക് വിട്ടുകൊടുക്കുകയോ ഫേസ്ബുക്കിൽ പോസ്റ്റുകയോ ചെയ്യുന്നത് ഇസ്ലാമല്ല. ഒരു തെറ്റും പരസ്യമാക്കാൻ പാടില്ല. സ്വന്തം ഒരാൾ തെറ്റ് ചെയ്തു, അത് പരസ്യമാക്കാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഇന്നലെ ഒരു കിടുക്കാച്ചി കണ്ടിന് മോനെ, ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഷെയർ ചെയ്യാം. ഇവൻ അല്ല വെറുതെ വിടൂല. ആ രണ്ടാമത് കണ്ടവൻ്റെ തെറ്റ് ചിലപ്പോൾ പുറത്തു കിട്ടുമായിരിക്കും. ഇവൻ്റെ തെറ്റ് പുറത്തു കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇവൻ തെറ്റ് പരസ്യമാക്കി തെറ്റ് ഷെയർ ചെയ്തു. ക്യാമ്പസിൽ പെൺകുട്ടികളും ആൺകുട്ടികളും കൂടി ഡാൻസും പേക്കൂത്തും എല്ലാം ചെയ്യുക ഹറാം. എന്നിട്ട് അത് വീഡിയോ പിടിക്കുക, വേറെ ഹറാം. അത് ഗ്രൂപ്പിൽ പോസ്റ്റാ, അത് ഹറാമല്ല, അത് ധിക്കാരം. അത് അള്ളാഹു പുറത്തു തരത്ത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കല്യാണത്തിന് പെണ്ണിന്റെ കൂടെ അന്യ പെണ്ണിന്റെ കൂടെ എന്നിട്ട് ഫോട്ടോ എടുക്കുക ഹറാം. അത് സ്റ്റാറ്റസ് ആക്കുക, അത് ധിക്കാരം. ഇൽഹാറുൽ മഅസിയത്തിൽ നാസ്, നമ്മൾ ചെയ്ത തെറ്റ് ജനങ്ങൾക്ക് വെളിവാക്കി കൊടുത്താൽ വഹുവ അബ്അദു ലിൽ മഗ്ഫിറ. മജ്മൂഉർ റസായിലിൽ മുല്ല അലിൽ ഖാരി റഹ്മത്തുള്ളാഹി പറയുന്നുണ്ട്, ആ തെറ്റ് പുറത്തു വിട്ടാൽ ബുദ്ധിമുട്ടായിരിക്കും. അതൊരു ധിക്കാരം. ഓൻ തെറ്റ് ചെയ്യുക എന്നിട്ട് പരസ്യമാക്കുക. നമ്മൾ ഹൈലൈറ്റ് ചെയ്യരുത്, ചർച്ച ചെയ്തിട്ട് കൊളാക്കരുത്. അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല. നാളത്തെ SYSകാർ ഇന്നത്തെ SSFകാരല്ലേ, മറ്റന്നാളത്തെ മുസ്ലിം ജമാഅത്തുകാർ ഇന്നത്തെ SSFകാരല്ലേ. അപ്പം എല്ലാവരെയും നമ്മൾ വളർത്തി കൊണ്ടുവരണം. നമ്മുടെ ഒരു മോന്, നമ്മുടെ ഒരു അനുജൻ, നമ്മളിങ്ങനെ വീട്ടിലേക്ക് പോകുമ്പോൾ മൂത്ത ഇക്കാക്ക കുവൈത്തിൽ നിന്ന് ഗൾഫിൽ നിന്നെല്ലാം വന്നിട്ട് 2 ദിവസമായി. അങ്ങനെയൊക്കെ വന്ന സമയത്തുണ്ട് കിച്ചൻ്റെ വേക്കുന്ന ഒരു പുക ഇങ്ങനെ പോകുന്നു. അപ്പോൾ ഇയാൾ ചിന്തിച്ച്, കഴിഞ്ഞ മാസമല്ലേ ഞാൻ ഇത്ര പൈസ അയച്ചു കൊടുത്തിട്ട് പുകയില്ലാത്ത അടുപ്പാക്കിയത്, ഇത് എവിടുന്ന റബി പുക? നോക്കുന്ന സമയത്ത് നമ്മളെ 8ാം ക്ലാസ്സിലുള്ള അനിയൻ വലിക്കത് അതിൻ്റെ പുക ഓനെ പിടിച്ച്. അപ്പോൾ ഒന്ന് ഇട്ടിട്ട്, കാക്ക പ്ലീസ് ഉമ്മാനോട് പറയില്ല പ്ലീസ്. ഇനി ഉണ്ടാവോ? ഉറപ്പല്ലേ? ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരു മനുഷ്യനോട് ഇത് പറയാൻ പാടില്ല. ഓന് പിന്നീട് +2 റാങ്കെല്ലാം വാങ്ങി, പിന്നീട് BSc എഴുതി അടിപൊളിയായി കല്യാണാലോചന നടത്തി. അങ്ങനെ പെണ്ണ് കാണാൻ പോകുമ്പോൾ ഈ ജ്യേഷ്ഠൻ തന്നെ ഡ്രൈവർ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ അടത്തി കാപ്പിയോ ചായയായിട്ട് ഇങ്ങനെ കൊടുത്ത് ജ്യൂസായിട്ട് ഇങ്ങനെ കൊടുത്തുകൊണ്ട് നിൽക്കുമ്പോൾ മറ്റേ ഫൈസല പറയണ്ടല്ല, അത് പറയാൻ പാടില്ല. ഇമാം ഗസാലി റളിയല്ലാഹു, അത് പറയാൻ പാടില്ല. കുട്ടികളെ തെറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നിടത്ത് ചിലയാൾക്ക് നല്ല 110 വോൾട്ടേജാണ്. ചെയ്യരുത്. അവിടെ എങ്ങനെ നമ്മൾ ചെറുപ്പക്കാർ നമ്മുടെ പള്ളിയോട് കമ്മിറ്റിയോടൊക്കെ എങ്ങനെയാണ് നമ്മൾ അടുപ്പിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അവരെ ചേർത്ത് നിർത്താൻ നമുക്ക് കഴിയണം. വേറെ വാട്സപ്പ് ഇൻസ്റ്റഗ്രാമും തന്നെ ഓരോ വാട്സപ്പെല്ലാം ഉപയോഗിച്ചിട്ടല്ലേ നേരത്തെ വള്ളിയാട് സക്കാഫി ഉസ്താദ് പറഞ്ഞ പ്രളയത്തിൽ നിന്നൊക്കെ എത്രയോ ആയിരങ്ങളെ രക്ഷപ്പെടുത്തിയത് അല്ലേ? നമുക്ക് ആ വാട്സപ്പ് പറയണം അല്ലേ? അവര് ടെക്കി ആയതുകൊണ്ടല്ലേ അവര് പഴയ അഡ്വാൻസ്ഡ് ആയ സേവന സർവീസ് നടത്തിയത്.
ഒരാൾ ഒരു അബദ്ധം ചെയ്താൽ നമ്മൾ എങ്ങനെയാ അയാളോട് പെരുമാറേണ്ടത്? കൂട്ടുകാരോടുള്ള അബദ്ധം പറയുന്നിടത്ത് കൂട്ടുകാരോടുള്ള അദബ് പറയുന്നിടത്ത് ഒരു ഗ്രന്ഥം ഉണ്ട്. എല്ലാ മുത്താലിമീങ്ങളും ആ കിതാബ് മുത്താലയാണ്. ഇമാം ഷഹറാനി റഹിമുള്ള എഴുതിയ അൽ അൻവാർ ഫി സുഹ്ബത്തിൽ അഖ്യാർ എന്ന കിതാബ് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ മുത്താലിമീങ്ങളും നിർബന്ധമായിട്ട് മുത്താലയാണ്. അത്രക്കും നല്ല കിതാബാണ്. കൂട്ടുകാരോട് പാലിക്കേണ്ട അദബുകൾ അതിൽ പറയുന്നുണ്ട്. അതിലെ പല ആശയങ്ങളും SSFന്റെ ക്ലാസ്സുകളിൽ വരാറുണ്ട്. അതിൽ പറയുന്നുണ്ട്, നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അടുത്തുനിന്ന് ഒരു തെറ്റ് വന്നു പോയാൽ ഒരു കാലത്തും ആ തെറ്റിൻ്റെ പേരിൽ അവനെ ആക്ഷേപിക്കാതെ, ഒരു കാലത്തും ആ തെറ്റ് പിന്നീട് ഓർമ്മിപ്പിക്കാതെ നിൽക്കണം. അതൊരു അദബാണ്. ഫി മസ്ജിദിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളിയിൽ ഒരു അറാബി മൂത്രമൊഴിച്ചു. എന്താ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എടുത്ത നിലപാട്? എല്ലാവരും മൂപ്പരെ ഓടിക്കാൻ നോക്കിയപ്പോൾ വിട് എല്ലുസ്ത മൂപ്പര് ജനറൽ ബോഡിക്ക് എന്താ പറഞ്ഞത്? ആളെ പിടിച്ച് എന്താണ് ഒഴിച്ചോട്ടെ? എന്തൊഴിച്ചോട്ടെ? ജ്യൂസല്ല, മൂത്രം. എവിടെ? നമ്മളെ നാട്ടിലെ പള്ളിയിലല്ല, ഏത് പള്ളിയിലായാലും പ്രശ്നം തന്നെയല്ലേ, മസ്ജിദുൻ നബവിയിൽ അല്ലേ? അപ്പൊ ഈ മൂത്രം കണ്ട ഒരു മിനിറ്റ് എന്തായാലും മൂത്രം ഒഴിക്കുന്ന നോക്കി നിൽക്കൂലോ? ഇല്ല, ഇങ്ങോട്ടൊക്കെ ആയിരിക്കുമല്ലോ നിൽക്കുമല്ലോ അല്ലേ? ഈ നിൽക്കലിന്റെ പേരാണ് ദഅവത്ത്, ക്ഷമയോടെ നിൽക്കൽ. ഇതിന്റെ പേരാണ് ദഅവത്ത്. ഇത് 110 കഴിയൂല. കല്യാണ വീട്ടിൽ നിന്ന് അടിച്ച് പിരിയുന്നല്ല, അതുകൊണ്ടാണ് 110 കഴിയൂല. ഇങ്ങനെ എന്തിനാണ് തങ്ങൾ അത് ചെയ്തത്? 2 കാരണത്തിനാണെന്ന് ഷർഹ് മുസ്ലിമിലുണ്ട്. ഒന്ന്, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ഓടിച്ചാൽ പള്ളി മൊത്തം മൂത്രവും. ഒരാളെ വീട്ടിൽ ഗാനമേള നടന്നിട്ട് ജുമാക്ക് ശേഷം പ്രസംഗിച്ച നാട്ടുകാർ മൊത്തം അറിയും. അത് ആടെ അറിയുമായിരുന്നു, ഇത് നാട്ടുകാർ മൊത്തം അറിയും. സെക്കൻഡ് വൺ, അതൊക്കെ നെല്ലിക്കുത്ത് ഉസ്താദ് കള്ളുകൂടി എൻ്റെ വീട്ടിൽ അങ്ങോട്ട് പോയിട്ട് നന്നാക്കാൻ ഉപദേശിച്ച പോലെയാണ് നമ്മൾ ചെയ്യേണ്ടത്. 110 പല മഹല്ലുകളിലും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഞാൻ അങ്ങനെയാണ്, ഉള്ള പോലെ പറയൂ, മുട്ട പൊഴുങ്ങിയത് വായിലിട്ട പോലത്തെ ഡയലോഗാണത്. അതിനൊന്നും നമ്മൾ നിൽക്കുക, ക്ഷമയോടെ ദഅവത്ത് എന്ന അർത്ഥത്തിൽ ചിന്തിച്ചിട്ട് ചെയ്യണം. ഒരു ചെറുപ്പക്കാരൻ്റെ പേന്റ് താണിട്ടുണ്ട്. നീ എല്ലാം SSF ഇടാന്ന് വെച്ചാൽ ഒന്നാളെ SSF ഉണ്ടാവില്ല, പേന്റ് മേലെ ആക്കുകയും ചെയ്യാം. ഓനോട് പറയേണ്ടത്, നല്ലോണം തിന്നലുണ്ടെന്ന് തോന്നുന്നു. എന്ത് തിന്നല്? കുടലെല്ലാം വലുത്. അനക്കുടലൊന്നുമില്ല. കുടല് വലുതായോണ്ടായിരിക്കൂല പാൻറ്റിൽ അറിയാണ്ട് താണ് പോയതാ. എന്ത് രസമുണ്ടത്. അങ്ങനെയല്ലേ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത്. രണ്ടാമത്തെ കാരണം, മൂത്രം ഒഴിച്ചുകൊണ്ടിരിക്കുന്ന ആളെ പെട്ടെന്ന് ബ്ലോക്ക് ചെയ്താൽ മൂപ്പര് മരണം വരെ മൂത്രസംബന്ധിയായ അസുഖത്തിന് സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ആക്ഷൻ എടുത്താൽ ഖിയാമത്ത് നാൾ വരെ അയാൾ നമ്മളെ പള്ളിയിലേക്ക് കയറൂല. അത് നമ്മൾ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, മയത്തോടുകൂടി സോഫ്റ്റായിട്ടൊരു കാര്യം ചെയ്താൽ റിജിഡായിട്ട് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഉപകാരമുണ്ട്. അപ്പോൾ പുതിയ കാലത്തെ മക്കളെയൊക്കെ വളർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, യംബഗി ലിൽ വാലിദീൻ, മാതാപിതാക്കൾ നിർബന്ധമായും ശ്രദ്ധിക്കണം. എന്താ ശ്രദ്ധിക്കേണ്ടത്? ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന. എനിക്ക് അറബിക്ക് ഇൻഷാ ഒന്നും കഴിവില്ല, കിതാബിൽ ഈ ഭാഗത്ത് കാണാട്ട് പഠിച്ചിട്ട് പറയുന്നതാ. ഖുസൂസൻ ഫി ഹാദിഹിൽ അസ്മിന, പ്രത്യേകിച്ച് ഈ കാലത്ത്. അല്ലത്തി, ഏത് കാലം? ഫശാ ഫീഹിൽ അഖ്, മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ പെരുകിയ കാലമാണ്, മാതാപിതാക്കളെ തീരെ അനുസരിക്കാത്ത കാലം. ഈ കാലത്ത് മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അയ്യുഇനു ഔലാദഹും അലാ ബിർരിഹിം, മക്കൾ അനുസരണുള്ളവരാവാൻ വേണ്ടി മാതാപിതാക്കളും കുറച്ചോരെ ഹെൽപ്പ് ചെയ്യുക. ഉപ്പ ചൂടായിട്ട് പള്ളിയിൽ പോകുമ്പോൾ പറഞ്ഞു, 15 തേങ്ങ ഇവിടുന്ന് ഉരിക്കാണ്ട് നീ ആറ്റ കളിക്കാൻ പോയി എൻ്റെ മുട്ടുകാല് പൊട്ടിക്കും. ഉമ്മ 2 തേങ്ങ ഉരിച്ചു കൊടുക്കുക. എന്തിന്? ഉപ്പ അനുസരിച്ച മോനാവാൻ വേണ്ടിയിട്ട്. ഉപ്പ ഇവനോട് പറഞ്ഞത് അനുസരിച്ചു എന്നാവാൻ വേണ്ടിയിട്ട് ഉമ്മ ഒരു 3 എണ്ണം.
ഇപ്പൊ അവനെന്തോ ടൂറിന് വീടാത്തോണ്ടുള്ള ചൂടില് എന്തായാലും കടയിൽ പോയില്ല എന്നുള്ള അർത്ഥത്തിലാണ് ഉള്ളത്. അപ്പൊ ഉമ്മ പോയിട്ട് ഉപ്പാനോട് ഓൻ കടയിൽ പോയില്ല എന്ന് പറയും. തക്കാളി അങ്ങനെയല്ല വേണ്ടി. ഉമ്മ എന്താ വേണ്ടിയെന്ന് അറിയാം, തൽക്കാലം മീൻകറി ഇറച്ചിക്കറി ഒഴിവാക്കിയിട്ട് അന്ന് വാജിക്കറി ആക്കുക. ഓനെ പീടിയിൽ അയക്കണ്ട, ഓൻ പോണെന്ന് പറഞ്ഞ ഇപ്പൊ പോകില്ല. എന്താ ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് നോക്ക്. ഞാൻ ഉള്ള പോലെ പറയും, നമ്മൾ ഉപ്പ അങ്ങനെയാണ് വളർത്തിയത്. അതൊന്നും ഈ കാലത്ത് പറ്റൂല. ഈ കാലത്ത് എന്ന് പറഞ്ഞാൽ ഫേസ്ബുക്ക് വയസ്സന്മാർക്ക് കൊടുത്തിട്ട് ഇൻസ്റ്റഗ്രാം ഏറ്റെടുത്ത പിള്ളേരാണ്. ആ കുട്ടികളോട് നമ്മൾ സംവദിക്കുമ്പോൾ അതിൻ്റെതായ രീതിയുണ്ട്. ഞാനൊന്നും എൻ്റെ വക പറയുന്നില്ല. നെക്സ്റ്റ് എന്താ പറഞ്ഞത്? എന്തിനാ പറയണത്? രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് ഈ കാര്യം പറയുന്നതെന്ന് അൽ ഫവായിദുൽ മുഖ്താറിൽ കാണാം. ഈ ഇബാറത്ത് ഒരിക്കൽ എൻ്റെ ഉസ്താദിൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഉസ്താദ് എൻ്റെ അടുത്ത് വാട്സപ്പിൽ പറഞ്ഞു, മോനെ ഇതെല്ലാവർക്കും പറഞ്ഞു കൊടുക്കണം എന്ന്, പുതിയ കാലത്ത് നന്നായി പറഞ്ഞു കൊടുക്കേണ്ടതാണ്. എന്തിനാ? രണ്ട് കാര്യം. ഒന്ന്, നമ്മൾ ആ സമയത്ത് മക്കളെ അനുസരണയുള്ളവരാവാൻ വേണ്ടി നമ്മളും കൂടി ഹെൽപ്പ് ചെയ്താൽ ഒരു തെറ്റുകാരായിട്ട് അള്ളാഹിൻ്റെ കോപം വാങ്ങിയവരാവില്ല. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ച് അനുസരണക്കേട് വാങ്ങി. രണ്ടാമത്തതാണ് അതിലേറ്റവും പ്രധാനം, അയാൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആ കിട്ടും. ആർക്ക്? കുറച്ച് അഡ്ജസ്റ്റ്മെന്റ് നടത്തി ഉപ്പാക്കുമാക്കും. എന്താ റസൂലുള്ളാഹിന്റെ ദുആ? റഹിമല്ലാഹു വാലിദൻ. റസൂലുള്ളാഹി ദുആ ഇറക്കണത് റഹിമല്ലാഹു വാലിദൻ, ഒരു ഉപ്പാക്കുമാക്കും അല്ല റഹ്മത്ത് ചെയ്യട്ടെ. ഏതാണ് ആ ഉപ്പ ഉമ്മ? ആന വലദഹു അലാ ബിർരിഹി, മക്കൾ അനുസരണയുള്ളവരാവാൻ വേണ്ടി മാതാപിതാക്കൾ തന്നെ ഓരെ സഹായിക്കുന്നു. ഉദാഹരണത്തിന് ഗ്രൗണ്ടിൽ കളിക്ക് വിടാത്തതുകൊണ്ട് പീടികയിൽ പോകില്ല എന്ന് ഉറപ്പുള്ള സമയത്ത് പീടികയിൽ പോകണ്ട, അങ്ങോട്ട് പറയാം പീടികയിലൊന്നും പോകണ്ട, ഇഷ്ടംപോലെ തക്കാളിയിലുണ്ട്. ഇത് നേരെ തിരിച്ചാന്ന്. ചില സ്ഥലത്ത് മദ്രസയിലെ സദർ ഉസ്താദാറ്റും വീട്ടിൽ മൗലിദിനെല്ലാം വന്നേരം ആ അബ്ദുള്ളാൻ്റെ ഉപ്പ നല്ല മോനാ മാഷാ അല്ലാഹ്, 10ാം ക്ലാസ്സിൽ നല്ല പഠിക്കും. അപ്പോൾ ഉപ്പ ഉള്ളിലേക്ക് ഭാര്യനെ നോക്കിയിട്ട് ഉമ്മ നോക്കിയിട്ട് നല്ല പഠിക്കുമല്ലോ. ഉസ്താദ് പറഞ്ഞ ശരിയല്ല. ഉമ്മ പറഞ്ഞോക്ക്, എന്ത്? ഇപ്പൊ ഒന്ന് പീടിയെ പോകാൻ പറഞ്ഞോക്ക്. അബ്ദുള്ള ഇടാ തക്കാളി പറ്റുന്നേ, 5 കിലോ തക്കാളി സ്റ്റോർ റൂമിലുണ്ടാവും. എന്നാലും പോകാൻ പറയുന്നത് എന്തിനാന്നറിയാം? റസൂലുള്ള പറഞ്ഞത് അനുസരിക്കാൻ സഹായിക്കണമെന്ന്. ഇതെന്തിനാ ഈ ഉപ്പ പറയുന്നതെന്നറിയാം? അനുസരിക്കുന്നില്ല എന്ന് തെളിയിക്കാൻ. എന്തൊരു വിവര ദോഷം എന്നാ പറയേണ്ടത്. ഞാൻ അങ്ങനെയാന്നാ പറയണത്? അങ്ങനെയാണ് നമ്മൾ വളർത്തേണ്ടത്? അല്ല, നമ്മളെ കുട്ടികളെ ചേർത്ത് നിർത്തണം. കുട്ടികളെ നന്നായി സ്നേഹിക്കണം. നമ്മളെ മക്കൾക്ക് എന്തെല്ലാം കഴിയും ആ കഴിവുകളെ നന്നായി ഉപയോഗപ്പെടുത്തണം. കുറ്റപ്പെടുത്തരുത്. പോസിറ്റീവ് എനർജി കുട്ടിക്ക് എപ്പോഴും കൊടുക്കണം. പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി നമ്മളോട് പറയാണ്, ഉപ്പ 1000 ആൾക്കാർ എഴുതുന്ന എക്സാമാണ്, 2 ആളെ പാസ്സാവുള്ളൂ എന്നാ പറയുന്നത്, അത്രേ ഉള്ളൂ. അപ്പോൾ ഉപ്പാൻ്റെ വക ഒരാളെ പാസ്സാവുള്ളൂ എന്നാണ് പറയുന്നെങ്കിലും ആ ഒരാളെ ആവാനാണ് എൻ്റെ മോന് പോകേണ്ടത്. ബാക്കി 998 ആളാവാനാണ് മോൻ പോകുന്നെങ്കിൽ ഇങ്ങോട്ട് വാ, അവിടെ ബെഡുണ്ട്, മേലെ പുതപ്പുണ്ട്, ഇടക്ക് കൂടിക്കോ. എക്സാം എഴുതാൻ പോണ പ്രതീക്ഷ കൊടുക്കണം കുട്ടിക്ക്. ഒരാളെ പാസ്സാവുള്ളൂ എന്നാ മോനെ എഴുതണം. 50ൽ 42 മാർക്ക് വാങ്ങിയിട്ട് വന്ന 3ാം ക്ലാസ്സിലെ കുട്ടീനോട് ഉമ്മ എന്താ പറയേണ്ടത്? മാഷാഅല്ലാഹ് 42, ബാക്കി 8 കൂടി കിട്ടിയ എൻ്റെ ഫാത്തിക്കുട്ടി, അങ്ങനെ പറയണ്ട്. നമ്മൾ സാധാരണ എന്താ പറയൽ? ബാക്കി 8 എടുത്തോടാ. ഇതെന്താ ടൈഗർ സ്കേറ്റാ പറക്കിയിട്ട് വരാൻ? ഈ ചോദിക്കുന്ന ഉമ്മ 3ാം ക്ലാസ്സിൽ നിന്ന് തോറ്റായിരിക്കും. തിരുക്കാണ്. നമ്മൾ ഓവർ പഠിപ്പിക്കണം എന്ന് വിചാരിച്ച കുട്ടികളൊന്നും പഠിക്കുകയും ചെയ്യില്ല. UKG പഠിക്കുന്ന കുട്ടീൻ്റെ കൈ പിടിച്ചിട്ട് മഹ്ലറത്തുൽ ബദരിയക്കാറ്റ് പോകുമ്പോൾ കുട്ടി പറഞ്ഞു, ഉപ്പ മോൺ എന്നാണ്, മോൺ ചന്ദ്രൻ. അപ്പോൾ ഉപ്പാൻ്റെ ചോദ്യം, എന്താ സ്പെല്ലിങ്? എന്താ സ്പെല്ലിങ്? ഓൻ ഖിയാമെന്നാൾ വരെ ഇംഗ്ലീഷ് അറിയൂല. എന്താ സ്പെല്ലിങ് പോയിക്കോന്ന് പേടിച്ചിട്ട്. ആ കുട്ടിയോട് ആ സമയത്ത് എന്താ പറയണ്ടെന്ന് പറയാം? ഇത്ര ചെറിയ കണ്ണുകൊണ്ട് ഇത്ര ദൂരത്തുള്ള ചന്ദ്രൻ നീ കണ്ടുപിടിച്ചല്ലോ. ഓനെ ഇനി എന്തും കണ്ടുപിടിക്കും. ഹി വിൽ ബി സയന്റിസ്റ്റ്. അങ്ങനെയാണ് കുട്ടികളെ വളർത്തേണ്ടത്. കുറ്റപ്പെടുത്തൽ ഒഴിവാക്കുക. കുട്ടികൾ ഇങ്ങനെ നബിദിനത്തിൻ്റെ
അല്ലെങ്കിൽ മതപ്രഭാഷണ വാർഷികത്തിൻ്റെ പന്തൽ കെട്ടും തോരണം കെട്ടുമ്പോൾ മാഷാ അല്ലാ അള്ളാഹു നമ്മളെ മക്കൾക്കൊക്കെ സ്വർഗം തരട്ടെ എന്ന് പ്രായമുള്ളവർ തോരണം കൊടുക്കണം. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടാവും. അങ്ങനെ ഉണ്ടാവും. ഇല്ലെങ്കിൽ നമ്മളെ കാണുമ്പോൾ തന്നെ അവർ പറയും 2.50 സ്റ്റിക്കിൻ്റെ പേന താഴെ അവിടെ വെച്ചിട്ടുണ്ട്, ഒരു നോട്ടും ഉണ്ട്, അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ എഴുതിയിട്ട് പോയിക്കോന്ന് പറയും. നമ്മളെ കാണുമ്പോൾ തന്നെ അറിയാം ഓർ നമ്മളെ കുറ്റപ്പെടുത്താനാണ് വരുന്നത്. അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ആളാവരുത്. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ബുഖാരിന്റെ ഹദീസ്. ഓരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, നിഅമർ റജുൽ അബ്ദുള്ള നല്ല മോന. ആദ്യം ഒരു പോസിറ്റീവ് സ്റ്റോക്ക് കൊടുത്തു. പറയാണ് അടുത്ത പറയാണ് തഹജ്ജുദും കൂടി നിസ്കരിച്ചിങ്ങനെ പറയാനില്ല. സ്വഹീൽ ബുഖാരിയിൽ തന്നെ കാണാം, മഹാനവറുകൾ രാത്രി പിന്നെ കുറച്ച് സമയം ഉറങ്ങുള്ളൂ, ബാക്കി ഫുൾ തഹജ്ജുദ. പറയേണ്ട പോലെ പറഞ്ഞു. വേറൊരു സ്വഹാബിനെ കണ്ടപ്പോൾ നല്ല മോനം, ആ മുടിയും കൂടി ഒന്ന് ശരിയാക്കിയാൽ ശരിയാക്കി. ഏടുന്നാടിൻ്റെ ഈ കോലോ, ഏടുന്ന് ഇറങ്ങി വരുന്ന കാട്ടുജന്തുവാ, ഇതെന്താടാ അവസ്ഥ എന്നല്ല പറയേണ്ടത്. നമ്മൾ വിളിക്കുന്ന വിളിയല്ല സ്നേഹമസൃണമായ വിളിയായിരിക്കണം. പലരും അങ്ങനെ വിളിക്കൂല കുട്ടികളെ. മൂത്ത മോനെ മോളെ എന്നുള്ള വിളി ഒരു 5ാം ക്ലാസ് വരെ അല്ല, അത് കഴിഞ്ഞാൽ ഡിലീറ്റ് ആക്കി, എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞു. 5/5/2016 മോൻ വിളി ഒഴിവാക്കുക, തീർത്തു. വിളിക്കുക. നിങ്ങളെ മൂത്ത മോന് മുഖ്താർ സൗദി ജിദ്ദയിൽ നിന്ന് ഇപ്പോൾ ഫോൺ വിളിച്ചു വിചാരിച്ചോ, ഉപ്പ ഫോൺ എടുക്കുമ്പോൾ എങ്ങനെ എടുക്കല്? ഗൾഫ് പോകാൻ തോന്നില്ല. ഹലോ സലാം എന്നെ ശരിക്കും കൊടുക്കുന്നില്ല. വഅലൈക്കും മുസ്സലാമിന്റെ അയിനെന്നെ ശരിയായിട്ടില്ലെങ്കിൽ പ്രശ്നം. ഇസ്ലാം എന്താ ഉമ്മാരേമ കൊടുക്കാം, മിണ്ടോ നമ്മോ? ഇല്ല, മിണ്ടൂല. ഉമ്മയാണെങ്കിലോ ഒന്ന് മത്തിക്കല്ല, ഇപ്പൊ തീവലയാ, പറയണ്ടാത്തല്ല പറയും ചെയ്യും. ഉപ്പ പറയേണ്ടതൊന്നും പറയൂല, ഉമ്മ പറയണ്ടാത്തല്ല പറയും ചെയ്യും. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. ഇന്ന് മുഖ്താർ ജിദ്ദയിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ഉപ്പ ഒന്ന് എടുത്തിട്ട് ഹലോ വഅലൈക്കും മുസ്സലാം റഹ്മത്തുള്ളാഹി, എന്തുണ്ട് മോനെ അവസ്ഥ? റാത്തല്ലേ? മോനിക്ക് എന്താ വിശേഷം അവിടെയൊക്കെ? മഴ? UAE-ലാണല്ലേ, സൗദിയിലല്ലേ? ഓക്കെ. മോൻ്റെ വിശേഷം എന്നാ? മോൻ ശരിക്കും നെട്ടു. എൻ്റെ ഉപ്പാക്ക് എന്താ ആയത്? ഇന്നലെ വരെ എൻ്റെ ഉപ്പ ഇങ്ങനെയല്ലല്ലോ, തലക്ക് തേങ്ങാറ്റും വീണ് പെട്ടു. മോനെ എന്നല്ല വിളിക്കുക. പൈസ അയക്കാനറ്റാ, 5-ാം തീയതി പൈസ അയച്ചിനല്ല. ഇതെന്താ പെട്ടെന്ന് ഉപ്പാക്കൊരു മാറ്റം? പറഞ്ഞാൽ മതി പ്രഭാഷണം ഉണ്ടായിന്. എന്നാൽ പ്രഭാഷണത്തിനല്ല സംഭാവന ഓർക്ക് കൊടുക്കാൻ സാധ്യതയുണ്ട്. നല്ലോണം വിളിക്കണം കുട്ടികളെ സ്നേഹത്തോടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇങ്ങനെ വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്യുന്ന പരിപാടി എന്താ പറയാ? കാമ ഇലൈഹാ, മോക്ക് വേണ്ടിട്ട് എണീക്കും. ഉപ്പ ഏതുപ്പ? ലോകത്തെ ഏറ്റവും നല്ല ഉപ്പ മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണീച്ചു, ഇങ്ങനെ എണീക്കും. നമ്മളോ മോളെ 8-ാം ക്ലാസ് തളർന്നിട്ടിങ്ങനെ വരുന്നുണ്ട്. അടുത്ത വരുന്നത് സ്കൂളിന്നാ, അതാ ബിരിയാണി ആറ്റ ആക്കിയിട്ടുണ്ടുമ്മ, ചോറയ്ക്ക്. 2ആളെ കൊന്നിട്ടാറ്റാ പിള്ളേർ വരുന്നത്. ഇതെന്തിനാ ഇങ്ങനെ വരുവാണ്? രാവിലെ നിങ്ങൾ കുട്ടികൾ വിളിക്കുന്ന വിളി കേൾക്കലുണ്ട്. രാവിലെ ഇംഗ്ലീഷ് മീഡിയത്തിലൊക്കെ വിളിക്കുക എണീക എണീക എണീക, എന്തോ ഒരു പോലീസ് സ്റ്റേഷൻ പ്രതി എണീക എണീക, റിക്വസ്റ്റ് ഉണ്ടാവില്ല, ഫുൾ കമൻസ് ആയിരിക്കും. എണീക, പല്ലേക്ക്, കുളിക്ക്. ചെറിയ KG അല്ലാന്നെങ്കിൽ പിന്നെ പറയണ്ട, ഫുൾ കൽപ്പന. കുളിക്ക്, മുണ്ടുക്ക്, സോപ്പേക്ക്, ബ്രഷ്, ടൈം ടേബിൾ, ചാവിടിക്ക്. ഇവനെന്തോ ഇങ്ങനെ പോയി ലാസ്റ്റ് ഉമ്മ സലാം പിന്നെ പറയപ്പോ അടുത്ത വാർ കോയിനിറക്കാനാ വിളിക്കുന്നത്. അല്ല, തിരിയാത്തോണ്ട് ചോദിക്കുന്ന ഞാൻ. ഇങ്ങനെയാണോ നമ്മളെ മക്കളോട് നമ്മൾ ഈ കുട്ടിയൊക്കെ കിട്ടുന്ന സ്നേഹം കിട്ടല്? കുട്ടികൾ എന്ന് പറഞ്ഞാൽ സ്നേഹം കിട്ടുന്നിടത്തുനിന്ന് വാങ്ങും. ഒളിച്ചോട്ടം പിന്നെ പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല. നല്ല പ്രതീക്ഷയുള്ള തലമുറയാവണമെങ്കിൽ നമ്മൾ അത്രയും കുട്ടികളെ സ്നേഹിച്ച് വളർത്തണം. ആർക്കും ഇഷ്ടപ്പെടാത്തൊരു സാധനമാണ് കുറ്റപ്പെടുത്തൽ. നമുക്കൊരു സ്വഭാവമുണ്ട്, പൊതുവെ എന്ത് പറഞ്ഞാലും ഒരു കുറ്റപ്പെടുത്തൽ അതിലുണ്ടാവും. ഇന്നത്തെ പ്രസംഗം നല്ല ഞാൻ പറയണ്ട ഞാൻ പറഞ്ഞത്, പക്ഷേ എന്തൊക്കെ ഒന്ന് വരും. 4 ദിവസത്തെ പരിപാടി എങ്ങനെയുണ്ട്? പരിപാടിയെല്ലാം മൊത്തത്തിൽ നോക്കും, മൊത്തത്തിലേ 80% മൊത്തത്തിൽ നോക്കുമ്പോൾ നല്ല ഉഷാറുണ്ട്. പക്ഷേ ഒരു സാധനം എന്തായാലും പറയും. അങ്ങനെയല്ല. ശരിക്കും ഒരു ഭർത്താവിന് ഭാര്യൻ്റെ സ്നേഹം കിട്ടാൻ ഏറ്റവും പ്രധാനമായിട്ട് 2 കാര്യം നല്ലത് പറഞ്ഞാൽ മതി. ഒന്ന്, അവർ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം.
ഇന്നിവിടെ ഫുഡായിരിക്കുന്നതല്ല എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണ്ടേ? അതെ, വേറെ ചിരിക്കുന്നുണ്ടാ. അപ്പൊ ഇന്ന് വീട്ടിൽ നിന്നാ ഫുഡ് കഴിക്കല്. ഇന്നത്തെ വയല് ഇതാണല്ലോ. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചാൽ ഭാര്യനോട് നമ്മൾ വെറുതെ ഇങ്ങനെ ചോദിക്കുകയാണ്, ഇത് നീ ആക്കിയത് ഒറ്റ മന്തി മാഷാ എപ്പോ? നേരത്തെ ആക്കി പോയതാ, ചൂടോടെ ഉണ്ടല്ലോ ആ പാത്രത്തിലിട്ട്. മാഷാല്ലാ ഒറ്റക്കാക്കിയതാണ്, മയോണീസും മറ്റല്ലോ നല്ല ടേസ്റ്റ് ഉണ്ടാ എന്ന് പറഞ്ഞാൽ ഓർക്കും മനസ്സിൽ ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവും. കല്യാണം കഴിച്ച പാട് ഭാര്യമാരെപ്പോഴും ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നിടത്ത് തന്നെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ എന്തിനാന്നറിയാം, അടിച്ച് തിന്നിട്ട് ആംബുലൻസിൻ്റെ ഓൺ അടിക്കുന്ന മുതൽ ബാഗ് പറയുന്നതിന് പകരം തിന്നിട്ടൊരു അഭിപ്രായം പറയൂ സാറേ എന്നതിൻ്റെ അർത്ഥം. 2 ആഴ്ച കഴിഞ്ഞിട്ട് ഈ ചങ്ങായി ഇതിനൊന്നും പറ്റിയ ആളല്ല എന്ന് കണ്ടാൽ ഭാര്യ കട്ടിൻ്റെ മേലെ കടന്നിട്ട് ഒരു ചെറിയ തലവേദനയുണ്ട്, ഫുഡ് അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. കാരണം ഇതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നുള്ള അർത്ഥത്തിലാണ്. നമ്മ അച്ചാറ് കൂട്ടിയാൽ തന്നെ പറയല് അച്ചാറല്ലേ ഭയങ്കര എരിവാന്നല്ല. ഓളെ മനസ്സിൽ എരിവേ ഉണ്ടാവും, അച്ചാർ നല്ല എന്നുള്ള വാക്കുണ്ടാവില്ല. പോസിറ്റീവ് പറയുമ്പോൾ ഒരിക്കലും നെഗറ്റീവ് പറയരുത്. ഫിസിക്സിൻ്റെ ടീച്ചറോട് ടീച്ചർ ഇന്നത്തെ ക്ലാസ് അടിപൊളി ക്ലാസ്, സമയം പോയത് അറിഞ്ഞിട്ടില്ല, ടീച്ചറെ ക്ലാസ് അല്ലെങ്കിലും നമുക്ക് ഇഷ്ടമാണ്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ ടീച്ചർ പോയിന്റ് ബേസ് എക്സാമിന് വരുന്നത് ഏറെക്കുറെ നമുക്ക് പറഞ്ഞുതരും. അടിപൊളി ക്ലാസ് ടീച്ചർ ക്ലാസ്സിൽ ഓക്കെ, പക്ഷേ ടീച്ചർ ക്ലാസ് എടുക്കുമ്പോൾ തുപ്പ് നീര് തെറിക്കുന്നുണ്ട് എന്നിട്ട് പറഞ്ഞാലുണ്ടല്ല അതേ ഓർമ്മ ഉണ്ടാവുള്ളൂ കേട്ടാ. ഈ പക്ഷേ ഇട്ടിട്ടൊന്നും പറയരുത്. പിന്നെ പറയാണ്ടിരിക്കുന്നേ. ഭാര്യ പാകം ചെയ്ത ഫുഡിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. ഇന്ന് രാത്രിത്തെ ഫുഡിനെ കുറിച്ചിട്ട് അഭിപ്രായം പറയുമ്പോൾ പെണ്ണുങ്ങന്മാര് തിരിച്ച് അറ്റാക്ക് ചെയ്യും. എപ്പം വേണേ വേല കേട്ടോണ്ടല്ലേ. അപ്പോൾ ഓരോട് പറഞ്ഞാൽ മതി, വേല കേട്ടിട്ടുണ്ടല്ലേ നന്നായാലും എല്ലാ സൂഫിയാക്കളും അങ്ങനെ തന്നെയല്ലേ നന്നായത്, അത് ഇന്നു മുതൽ നന്നാവുന്നു. രണ്ടാമത്തത്, ഏറ്റവും കൂടുതൽ ഭാര്യൻ്റെ സ്നേഹം കിട്ടുന്ന രണ്ടാമത്തെ കാര്യം, ഭാര്യ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിനെ കുറിച്ച് നല്ല അഭിപ്രായം പറയണം. അല്ല ഫാത്തിമ, ഇതേതാ ഡ്രസ്സ്, നീ ഇതിട്ടൊരു 3-4 വയസ്സ് കുറഞ്ഞ പോലെ ഉണ്ടല്ലോ മൊഞ്ചത്തി എന്ന് പറഞ്ഞാൽ ഓക്കെന്നെ എന്തോ മടമ്പോന്തി ചെരുപ്പിട്ട മതിരി ഉണ്ടാവും. ഓരോരോ ഇങ്ങനെ തന്നെയല്ല കഴിഞ്ഞ പെരുന്നാൾക്ക് എന്ത് ഒരു നല്ല രസായനല്ലേ അങ്ങനെ പറഞ്ഞോളണം. ഇത് പറയാത്തോണ്ടാണ് എപ്പോൾ ആ കരിമ്പം കുത്തിയ നിസ്കാരക്കുപ്പായിട്ടിട്ട് തന്നെ വരുന്നത്. പറയോ നമ്മ? ഇല്ല, പറയൂല. കയറി പോയ പാടന്നെ എന്താ തിന്നാനില്ലേ എന്നാ ചോദിക്കല്. അങ്ങനെ പകരം അവരെ ഒന്ന് പരിഗണിക്കണം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, എന്നോട് സംസാരിക്കാൻ വേണ്ടി മാത്രം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇശായിന് ശേഷം സമയം കണ്ടെത്താറുണ്ട്. നമുക്ക് പിന്നെ റസൂലുള്ളാഹിനെ തിരക്കായതുകൊണ്ട് പിന്നെ സമയം ഉണ്ടാവില്ല അല്ലേ. ഇശായിന് ശേഷം ശരിക്കും സംസാരം കറാത്ത 5 കാരണങ്ങളാണ് അതിന് ഉമറുൽ ബുൽഖീനി തങ്ങൾ തദ്കിറയിൽ പറയുന്നു. യാ റബ്ബേ, ഞാൻ നോക്കിയ കിതാബുകളിൽ ഏറ്റവും കൂടുതൽ പോയിന്റുള്ള കിതാബാണ് ഈ പറഞ്ഞത്. അത്തദ്കിറ എന്നൊരു ഗ്രന്ഥമുണ്ട് ഉമറുൽ ബുൽഖീനി തങ്ങളുടെ. അതിൽ കാണാം 5 കാരണങ്ങളാണ്. 5 പറയല്ല, അതിലൊരു കാരണം എന്താ പറയുക, ഇശാ നിസ്കരിക്കലോടുകൂടി എല്ലാ ദോഷവും പൊറുക്കും, നീ വെറുതെ സംസാരിച്ച് വാട്സപ്പിൽ കളിച്ചിട്ട് സമയം കളയണ്ടാന്ന്. 8:30 12:30 അല്ലായിട്ട് അങ്ങനെ വേൾഡ് കപ്പ് ഷെഡ്യൂൾ, മനസ്സിലായില്ലേ? അപ്പൊ പക്ഷെ സംസാരം കറാത്തില്ല. ഏത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംസാരിക്കുന്ന കറാത്തില്ല. കാരണം അത് അവരുടെ ദാമ്പത്യ ജീവിതത്തിന് പ്രധാനപ്പെട്ട കാര്യമാണ് സംസാരം. അപ്പൊ നമ്മൾ ഈ കുറ്റപ്പെടുത്താതെ എല്ലാവരും നല്ലത് പറഞ്ഞ് ശീലിച്ച് ജീവിച്ചു നോക്കിയേ, നാട്ടിൽ നന്മകൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും. പ്രായമുള്ള ഇബ്രാഹിം നബി അലൈഹിസ്സലാമും അഥവാ മുസ്ലിം ജമാഅത്ത് എന്നൊക്കെ പറയാൻ പറ്റുന്ന SSFന്റെ പ്രായമുള്ള ഇസ്മായിൽ നബി അലൈഹിസ്സലാമും കൂടി എടുത്തതാണ് കാബ. ആ കാബയിലേക്ക് തിരിഞ്ഞിട്ട് നിസ്കരിക്കുന്നത് നമ്മളും എന്താക്കണം, കൂടെ നിൽക്കണം. പ്രാസ്ഥാനിക മുന്നേറ്റം ഉണ്ടാവും. എല്ലാവരും ചേർത്ത് നിർത്തണം. അബദ്ധം സംഭവിച്ചവരൊക്കെ എഴുന്നേൽപ്പിച്ച് നിർത്തണം. ഒരു കാക്ക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ടല്ലോ, യദ്ഖുലുൽ ജന്നത അഖ്വാമുൻ, ഒരു ടീം സ്വർഗത്തിലെത്തും. അവരുടെ പ്രത്യേകത അഫ്ഇദത്തുഹും മിസ്ല അഫ്ഇദത്തി ത്വയ്ർ, അവരുടെ മനസ്സ് പക്ഷി മനസ്സ് പോലെയാണ്. എന്താ പ്രത്യേകത? പക്ഷികൾക്ക് ഭയങ്കര ഖേദാണ് എല്ലാവർക്കും. ഒരു കാക്ക ഇലക്ട്രിക് കമ്പി
ബ്രിക്ക് തട്ടിയിട്ട് ഷോക്കേറ്റിട്ട് താഴെ വീണാൽ ബാക്കി കാക്കകളെല്ലാം ഒരുമിച്ച് കൂടിയിട്ട് എന്താ ചെയ്യല്? നീ സ്നാപ്പ് ചാറ്റിങ് എടുക്കുക, ഇൻസ്റ്റ എടുക്കുക, ഫേസ് എടുക്കുക, അങ്ങനെയൊന്നും അല്ല ആക്കല്. പിന്നെ എന്താ ചെയ്യല്? ആക്സിഡന്റിൽ കുടുങ്ങിയ ബൈക്ക്, അങ്ങനെയല്ല അമ്മ ചെയ്യല്, അങ്ങനെയല്ല. കാക്ക എന്താ ചെയ്യല്? കാ കാ ചെറിയ പരിക്കുള്ളൂടോ, എണീക്ക, ആ കാ കാ പാ പാ, അങ്ങനെ എണീപ്പിക്കും. വീണാളെ എഴുന്നേൽപ്പിച്ച് നിർത്താൻ നമുക്ക് കഴിയണം. അന്നേ പറഞ്ഞിട്ടില്ലേ ഈ പണിക്ക് പോണ്ടാന്ന്? അങ്ങനെയല്ല അമ്മ പറയേണ്ടത്. ഒരു രോഗിയുടെ അടുത്ത് പോയി, ആ രോഗി എന്ന് പറഞ്ഞാൽ ഫുട്ബോൾ കളിക്കുമ്പോൾ കാല് തെന്നി അവൻ്റെ കാലിൻ്റെ എല്ല് പൊട്ടിയിട്ട് സ്റ്റീലിട്ടിട്ടോ ഓപ്പറേഷൻ ചെയ്തിട്ടോ ഉണ്ട്. അപ്പുറത്തെ വീട്ടിലേക്ക് അയൽവാസിയായ സ്ത്രീ പോയിട്ട്, നിന്റെ വികല് കണ്ടത് ഞാൻ വിചാരിച്ചിൻ്റെ 2 കാലും പൊട്ടിന്ന്. അയ്യേ, ഇങ്ങനെ പറയേണ്ടത്, ഇങ്ങനെ പറയേണ്ടത്. സുഖുണ്ട മോനെ, ആ റാത്താ മോനെ, വീണു പോയതല്ലേ. അങ്ങനെയാണ് കുട്ടികളോട് പറയേണ്ടത്. ഇതാണ് ഇസ്ലാം. രോഗിക്ക് പ്രയാസമുള്ള ഒന്നും പറയരുത് എന്ന് ഇസ്ലാമിലില്ലേ? രോഗിയോട് പാലിക്കേണ്ട കുറേ മര്യാദകളിൽ ഇസ്ലാം പറയണത് എന്താ? രോഗിയുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കാൻ പറ്റും. കുറച്ച് സമയം, കുറേ സമയം ഇരിക്കൽ സുന്നത്താണ്. ആർക്ക്? രോഗിക്ക് നമ്മൾ ഇരുന്നാൽ ആശ്വാസമാവുമെങ്കിൽ കുറച്ചധികം സമയം ഇരിക്കാം. 2, രോഗിയുടെ അടുത്ത് പോയിട്ട് ഒന്നും തിന്നരുത്. ചില ആൾ 1 കിലോ മുന്തിരി വാങ്ങിയിട്ട് അവിടെ പോയിട്ട് 3/4 കിലോ തിന്നിട്ട് 1/4 കിലോ അയാൾക്ക് ബാക്കി വെച്ചിട്ട് വരുന്നതാണ്. ഭയങ്കരല്ല? വേറെ എവിടെയും സ്ഥലം കിട്ടിയിട്ടുണ്ടാവില്ല അല്ലേ? ഹോസ്പിറ്റലിൽ വല്ല ബെഡും കിട്ടുമല്ല. അങ്ങനെയല്ല. 3ാമത്തേതാണ് ഈ പറയുന്നത്, രോഗിക്ക് പ്രയാസം തോന്നുന്ന ഒന്നും പറയരുത്. ആജിക്ക നിങ്ങൾ 2-3 ദിവസമായിട്ട് ഹോസ്പിറ്റലിലായതുകൊണ്ട് ബിസിനസ് എല്ലാം മൊത്തം ഡള്ള, ഇപ്പം അയാൾ എന്നെ ഡള്ളാളാൻ സാധ്യതയുണ്ട് പറയരുത്. ഇസ്ലാമിന്റെ സൗന്ദര്യം നമ്മളൊന്ന് പഠിക്കണം. രോഗിയോട് പാലിക്കേണ്ട അദബ് മാത്രം വിശദീകരിച്ച് ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് ഒരു ഗ്രന്ഥമുണ്ട്, അൽ ഇഫാദ ലിമാ ജാഅ ഫിൽ മർളി വൽ ഇയാദ. മുത്താല ഇത് നോക്കൂ, അടിപൊളി വിവരം. സാന്ത്വന വളണ്ടിയേഴ്സ് മുത്താലയുടെ കിതാബ്. വളണ്ടിയേഴ്സിന് തിരിയണില്ലെങ്കിൽ സോൺ പ്രസിഡന്റ് ദർശ നടത്തി തരുമെന്നർത്ഥം. ഇത്രയും നല്ല കിതാബ്. അല്ലെങ്കിൽ ഇബ്നു ഹജർ റഹിമഹുള്ളാഹ് കിതാബ് എഴുതിയാൽ പിന്നെ നല്ലല്ലാണ്ടൊക്കെ വലിയും മിൻ ഔലിയാ ഇല്ല ഖാത്തിമത്തുൽ മുഹഖ്ഖിഖീൻ. അല്ലാഹു അവരെ ബർക്കത്തുകൊണ്ട് നമ്മളെയും മക്കളെയും സ്വാലിഹീങ്ങളാക്കട്ടെ. ഇപ്പം ചേർത്ത് നിർത്തൽ ഈ നാട്ടിന് എൻ്റെ ഈ ആയതുകൊണ്ട് എനിക്കൊരു ഉദ്ദേശം ഉണ്ടാവുമല്ലോ. എന്താ ഉദ്ദേശം എന്ന് പറയാം? എല്ലാവരും ചേർത്ത് നിർത്താൻ പഠിക്കണം, എല്ലാവരും കൂടെ നിർത്തണം. മുതിർന്നവരോട്, ചെറുപ്പക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ള ഒറ്റ കാര്യം, ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഒറ്റ കാര്യം, അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ യുവത്വം എന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിച്ച് തിമിർത്താടാനുള്ളതല്ല. പിന്നീട് നന്നാവാം എന്ന് ചിന്തിക്കുന്ന ശുദ്ധ അസംബന്ധം. ഏറ്റവും വലിയ പൊട്ടത്തരാണ് പിന്നീട് നന്നാവാം. കാരണം അല്യവും യൗമുക്ക്, ടുഡേ ഈസ് യുവർ ഡേ. ഇന്നാണ് നിന്റെ ദിനം. നാളെ എന്നൊരു ദിവസം നമുക്കില്ല. നാളെ എന്നുള്ള ദിവസം മണ്ടന്മാരുടെ ദിവസം. നാളെ നാളെ നീളെ നീളെ. ഇന്നാണ് നമ്മുടെ ദിവസം. നാളെ നമ്മൾ ഉണ്ടാവോ അറിയില്ല. ലാ യസ്തഗ്ഫിറൂന സഅതൻ വലാ യസ്തഖ്ദിമൂൻ. മരണം കണക്കാക്കിയാൽ പിന്നെ 1 സെക്കൻഡ് പിന്തൂല. ബൈക്കിലൂടെ പോകുന്ന ബൈക്ക് യാത്രക്കാരൻ്റെ തലയിലേക്ക് റോഡിൻ്റെ സൈഡിൽ നിന്നുള്ള പ്ലാവിൽ നിന്നുള്ള പഴുത്ത ചക്ക വീഴുന്നു, അയാൾ മരണപ്പെടുന്നു. അള്ളാന്റെ കണക്ക് നോക്കൂ, കൃത്യത നോക്കൂ. എല്ലാവരും ഇവിടുന്ന് മരണപ്പെട്ടു പോകും. ഖബർസ്ഥാനിലേക്ക് പോയി നോക്കിയാൽ പ്രായമുള്ള ഉമ്മാമയുടെ ഖബറുണ്ട്, 10 വയസ്സിൽ മരിച്ചുപോയ കൊച്ചുമോന്റെ ഖബറുണ്ട്, LKG പ്രായത്തിൽ മരണപ്പെട്ടു പോയ 5 വയസ്സുള്ള കുഞ്ഞുമോനുണ്ട്, 36 വയസ്സുള്ള ചെറുപ്പക്കാരി ഉണ്ടല്ലോ. ഏത് പ്രായത്തിലും മരിക്കാം. ഈ മരണപ്പെടുന്ന സമയത്ത് നിന്റെ 3 സ്മാർട്ട് ഫോണുകൾ കൊണ്ടുപോവാൻ കഫം മുടക്ക് പോക്കറ്റില്ല, ഖബറിൽ അലമാരകളില്ല, ഒന്നും സംവിധാനങ്ങളില്ല. അന്ന് നമ്മുടെ കയ്യിൽ ഇബാദത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അടിച്ചു പൊളിക്കാനുള്ളതല്ല നമ്മളെ ജീവിതം. ക്യാമ്പസ് അല്ലേ, കുട്ടികളല്ലേ, അത് പറ്റൂല. നേരത്തെ പറഞ്ഞത് ഇസ്ലാമിൻ്റെ റൂൾ അനുസരിച്ചിട്ട് കുട്ടികൾക്ക് സ്നേഹം കൊടുക്കാനാ. ലിബറലാവരുത്. എന്തേ നിങ്ങളെ അജയരെ ഷെഫീക്ക് എടുത്തോ, ഓന് മീറ്റിംഗ് 8:30 വരാന്ന് പറഞ്ഞിട്ട് ഓന് ടർഫിൽ പോയിന്. മഹലറത്തുൽ ബദരിയക്കാറ്റം പോയ പോലെ പറയും. ഉമ്മാക്ക് തന്നെ പ്രശ്നമില്ല, ഉപ്പാക്ക് പ്രശ്നമില്ല.
ഒരാൾ പരാജയപ്പെടുന്നതിൻ്റെ അടയാളം മുഹമ്മദ് ബിൻ കഅബ് അൽ ഖുറളി തങ്ങൾ പറയുന്നുണ്ട്, പണ്ട് ഗൗരവത്തിൽ കണ്ട കാര്യം ഇപ്പം ലിബറലാവുക, അത് പരാജയപ്പെടുന്നതിൻ്റെ അടയാളമാണ്. ഇശാ മഗ്‌രിബിൻ്റെ ഇടയിൽ കിച്ചണിൽ ഇറങ്ങാൻ തന്നെ പണ്ട് ഉമ്മാമ്മമാർ വിടൂല. എന്തേ? മുൽക്കോദിയ, യാസീനോ, വാഖിയോ, ദുഖാനോ ഇല്ലല്ലോ, സജദോദിയില്ലല്ലോ, ഓത്. നല്ല വിശപ്പെല്ലാം അടുക്കട്ടെ, യാസീൻ ഓതിയിട്ട് മതി. ഇന്നോ കിച്ചണിൽ പോയിട്ട് പിള്ളേർ സെൻട്രൽ ഹാൾ തന്നെ ഇല്ല, അൽഫാമിന്റെ കടയില്ല. പ്രശ്നമുണ്ടോ ഉമ്മാക്ക്? ഒരു പ്രശ്നമില്ല. ടർഫിൽ പോയ പ്രശ്നമുണ്ടാ? ഒരു പ്രശ്നമില്ല. രക്ഷിതാക്കളാണ് ഇപ്പൊ ലിബറലായത്, മക്കളല്ല. രക്ഷിതാക്കൾക്ക് പ്രശ്നമില്ല. അതാ ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറഞ്ഞത്, അധിക രക്ഷിതാക്കളും നരകത്തിലെത്തുന്നത് മക്കളെ കാര്യത്തിലാണ്. രക്ഷിതാവ് എന്ന് പറഞ്ഞാൽ പ്രോഗ്രസ് കാർഡിൽ താഴെ രക്ഷിതാവ് എന്നുള്ള അടുത്ത് പേര് ഒപ്പിടാനുള്ളതല്ല, അതെല്ലാവർക്കും കഴിയും. പിന്നെ ഏതാ രക്ഷിതാവ് എന്ന് പറയാ? ഖു അൻഫുസകും വഅഹ്ലീകും നാറ, നരകത്തിൽ നിന്ന് രക്ഷിക്കണം മക്കളെ. എൻ്റെ മക്കൾ നരകത്തിലേക്ക് പോകൂല. എൻ്റെ മുരീദാരുന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞോ. രക്ഷിതാവിൻ്റെ ട്രാൻസ്ലേഷൻ. എൻ്റെ മക്കളെ ഞാൻ അങ്ങനെ പോറ്റിയിട്ടുണ്ട് എന്ന്. ഇതാ രക്ഷിതാവ് എന്ന് പറഞ്ഞാല്. അതെങ്ങനെയാകുമ്പോൾ രക്ഷപ്പെടുത്തേണ്ടത്? അതിങ്ങനെ കൈമലർത്തല്ല വേണ്ട. ഉസ്താദേ ഡയലോഗ് എന്ത്? അടുക്കയാണെങ്കിൽ ഉക്കത്ത് വെക്കാം, കവുങ്ങായാൽ എവിടെ വെക്കാം. അങ്ങനെ ഡയലോഗ് കൊണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല. ആ സമയത്ത് നമ്മൾ പൊട്ടിക്കരഞ്ഞ അള്ളാഹിനോട് ദ്വാരക്കണം. ഷെഹ്റാൻ ഇമാം റഹിമുള്ള പറയുന്നുണ്ട്, എൻ്റെ മോനെ അബ്ദുള്ള എന്ന് പറയുന്ന മോന് കിതാബ് ഓതാൻ തീരെ ഇൻട്രസ്റ്റ് ഇല്ല. ലാസ്റ്റ് ഞാൻ അള്ളാഹിൻ്റെ അടുത്ത് പറഞ്ഞു, പാതിരാക്ക് എഴുന്നേറ്റിട്ട് എൻ്റെ മോനെ നീ ഏറ്റെടുക്കണേ. അള്ളാഹ് ഏറ്റെടുത്തു. അതമ്മ ചെയ്യാറുണ്ടോ? ഇന്ന് 5 വക്ത് നിസ്കാരത്തിന് ശേഷവും മക്കൾക്ക് വേണ്ടി ദ്വാരുന്ന ഒരു കൈ പൊക്കിയെന്ന് പറഞ്ഞാൽ പലർക്കും ഉണ്ടാവില്ല ആ കൈ പൊക്കാൻ. നമ്മൾ രക്ഷിതാവണ്ടേ? നമ്മൾ മാതൃകാവണ്ടേ? മക്കൾ നമ്മളെ കണ്ടിട്ടല്ലേ വളരുന്നത്. ഉപ്പ അർജന്റീന ഫ്രാൻസിന്റെ ടീമാണെങ്കിൽ മക്കൾ അതിൻ്റെ അപ്പുറത്തെ ടീമാവൂലേ? നമ്മളവിടെ ഫിഖഹിന്റെ മസല പ്രകാരം ഹറാമാണോ ഹലാലാണെന്നോ ചർച്ച ചെയ്യല്ല. ഈ കുട്ടി കൾച്ചർ പഠിച്ചാൽ ഏത് മായാ ലോകത്തേക്ക് എത്തും എന്നുള്ള അപകടകരമായ നിരീക്ഷണം നടത്തിയ വേണ്ടത് നമ്മൾ. അതാകുമ്പോൾ ചിന്തിക്കണ്ടോ? മൂക്കൊണ്ട് വരച്ചിട്ടല്ലാണ്ട് ദുനിയാവെന്ന് പോലെ ഈ മക്കളെ കൊണ്ട് അനുഭവിക്കും. എന്താ നമ്മൾ ഈ വിചാരിച്ചേക്കണത്? ദുനിയാവെന്ന് പറഞ്ഞാൽ അടിച്ചു പൊളിക്കാനുള്ളതാണെന്നാ. ലിബറൽ ടീമും യുക്തിവാദികളും മതനീരാസത്തിൻ്റെ വാദക്കാരും എല്ലാം പലതും പറയും. ഈ പറയുന്ന പ്രഭാഷണത്തിനെയും അവർ ട്രോളും. അവർക്ക് മതമില്ല, അവർക്ക് വിശ്വാസമില്ല. ആ അജണ്ടയിലാണോ മുത്തു മുഅ്മിനീങ്ങൾ ജീവിക്കേണ്ടത്? നമുക്കൊരു ജീവിതമില്ലേ? ദുനിയാവ് വിറ്റിട്ട് വാങ്ങേണ്ടതാണ് ആഖിറം. എങ്കിൽ നിനക്ക് ദുനിയാവ് ആഖിറും ലാഭമായിരിക്കും. ദുനിയാവ് വാങ്ങിയിട്ട് ആഖിറങ്ങാനും വിറ്റാൽ രണ്ടും നഷ്ടമായിരിക്കും. അടിച്ചു പൊളിക്കാനുള്ളതല്ല സ്വർഗം എന്ന് പറഞ്ഞാൽ എന്താ? ഹുഫ്ഫത്തിൽ ജന്നത്തു ബിൽ മകാരിഹ്. കുറച്ച് റിസ്ക് ഒക്കെ സഹിച്ചാൽ കിട്ടുന്നതാണ് സ്വർഗം. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മാതാപിതാക്കൾ നല്ല മാതൃക ആവണം. ഞാൻ വെറുതെ നിങ്ങളോട് ചോദിക്കുകയാണ്, ഉത്തരം പറയേണ്ട. ഉത്തരം പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ തമ്മിൽ തെറ്റാൻ സാധ്യതയുണ്ട്. ചോദ്യം ഇങ്ങനെയാണ്: രക്ഷിതാവായ ഉമ്മ ഉപ്പ നമ്മളെ മക്കൾ കൂടുതലായിട്ട് കാണുന്നത് ഖുർആൻ ഓതുന്നതായിട്ടാണോ ഫോൺ ഉപയോഗിക്കുന്നതായിട്ടാണോ? ഈ കാലത്ത് അല്ലേ? ഓക്കെ, അത്രയേ ഉള്ളൂ. ഹി വിൽ ബി ദർ. നമ്മൾ എന്താണോ അവൻ അതായി അവിടെ ഉണ്ടാവും. അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു 10 വയസ്സിന് മുന്നേ തഹജ്ജുദ് നിസ്കാരം തുടങ്ങിയ ആളാണ്. പാതിരാത്രിക്ക് ഉപ്പ എഴുന്നേൽക്കുന്ന കണ്ടിട്ടാണ് ഇത് തുടങ്ങിയത്. സഹ്ൽ ബിൻ അബ്ദുല്ലാഹി തുസ്തരി റളിയല്ലാഹു അൻഹു 10 വയസ്സിന് മുമ്പ് തഹജ്ജുദ് തുടങ്ങിയ ആളാണ്. അമ്മാവൻ കാർണോർ എന്നാണ് ഇവിടെ പറയല്. അമ്മാവൻ അവരെ എഴുന്നേൽക്കുന്ന കണ്ടിട്ട് തുടങ്ങിയതാണ്. നമ്മളെ നാട്ടിലെ അമ്മാവന്മാർ എന്ന് പറഞ്ഞാൽ നേരിട്ട് അഥവാ ഫോണിലൂടെ മാത്രം പറഞ്ഞ് നേരിട്ട് കല്യാണം പറയാത്തതുകൊണ്ട് വരാത്ത മഹാൻ. ആ മഹാനെ കണ്ടിട്ട് മരുമക്കൾ എന്താ പഠിക്കേണ്ടത്? നമ്മളിൽ നിന്ന് മക്കൾ പഠിക്കണം, ഖൈർ പഠിക്കണം.
പഴയ ആൾക്കാരുണ്ടല്ലേ ഈ കുട്ടികളെയും കൂട്ടിയിട്ട് സ്വതക്കെല്ലാം കൊടുപ്പിക്കുന്നത് നാളത്തെ നന്മ പഠിക്കാൻ വേണ്ടിയിട്ടാ. അതാ വേണ്ടത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. നമ്മുടെ ആയുഷ്കാലം അവസാനിക്കുമ്പോൾ എണ്ണമറ്റ ഹൈറാത്തുകൾ ഉണ്ടാവണം. സുൽത്താനുൽ ഉസ്താദ് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ആ പുരുഷായുസ് കാലത്ത് എന്തെല്ലാം ചെയ്തു തീർത്തു. നമ്മുടെ ഉസ്താദുമാരെന്തെല്ലാം ചെയ്തു തീർത്തു. നൂറുൽ ഉലമ എം.എ. ഉസ്താദ് സമയം കളയാതെ ജീവിച്ചു. ജാമിയ സഅദിയെ കെട്ടിപ്പൊക്കി പ്രസ്ഥാനത്തിൻ്റെ നെടുംതൂണായി. നമ്മുടെ പ്രാസ്ഥാനിക ലോകത്തിൻ്റെ ചിന്താ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകി. രാജാവായിട്ട് ജാമിയ സഅദിയുടെ മുറ്റത്ത് കിടക്കുന്നു. മൽഹറിൻ്റെ മുറ്റത്ത് ഖലീൽ തങ്ങൾ, ബദർ സാദാത്ത് ഖലീൽ തങ്ങളുടെ ജ്യേഷ്ഠൻ മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ മൽഹർ എന്ന സ്ഥാപനത്തിൻ്റെ മുറ്റത്ത്, മുഹിമ്മാത്തിൻ്റെ മുറ്റത്ത് അഹ്ദൽ തങ്ങൾ, ത്വാഹിറുൽ അഹ്ദൽ തങ്ങൾ, കൻസുൽ ഉലമ ഉസ്താദ് അൽ മഖറിൻ്റെ മുറ്റത്ത്, ജാമിയ സഅദിയൻ്റെ മുറ്റത്ത് മഹാനായ എം.എ. ഉസ്താദ്, ഇവരുടെ എല്ലാം ലീഡറായ താജുൽ ഉലമ കടക്കുന്നു. അവരവർ ഉണ്ടാക്കിയ പ്രാസ്ഥാനിക ലോകം, വിദ്യാഭ്യാസ സമുച്ചയങ്ങൾ, സ്ഥാപനങ്ങൾ, അതെല്ലാം കണ്ടവർ സന്തോഷിക്കുന്നുണ്ടാകും. വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഉജൂഹു യൗമഇദിൻ നാഇമ, പരലോകത്ത് ചില മുഖങ്ങൾക്ക് വലിയ വെളിച്ചവും തെളിച്ചവും പ്രകാശമായിരിക്കും. എന്താ കാരണം? ലിസഈഹാ റാളിയ, പണിയെടുക്കേണ്ട കാലത്ത് അവർ പണിയെടുത്തിട്ടുണ്ട്. സംഘടനാ കാലം കഴിഞ്ഞിട്ട്, കൗൺസിൽ കാലം കഴിഞ്ഞിട്ട് ടെൻഷനാവുന്നതിനേക്കാൾ മെച്ചം ഉള്ള സംഘടനാ ഭാരവാഹിത്വത്തിലെ കാലത്ത് നന്മയാർന്ന ജീവിതം നമുക്കുണ്ടാവണം. ആയുഷ്കാലത്ത് ധാരാളം ഇബാദത്തുണ്ടാവണം. ഉമ്മ മരണപ്പെട്ടിട്ട് ഉമ്മാനെ കുറിച്ചുള്ള പ്രസംഗം യൂട്യൂബിൽ കേട്ടിട്ട് കരയുന്നതിന് പകരം ഉമ്മ ഉള്ള കാലത്ത് ഉമ്മാൻ്റെ പൊരുത്തം വാങ്ങാൻ അധ്വാനിക്കണം. മരണത്തിൻ്റെ അന്ന് ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ്, 2 ദിവസം കൂടി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ടെൻഷനാവുന്നതിൻ്റെ പകരം ഉള്ള കാലത്ത് അല്ലാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കണം. പിന്നീട് നന്നാവാമെന്ന ചിന്ത ശരിയല്ല. അങ്ങനെയല്ല നമ്മൾ ജീവിക്കേണ്ടത്. ജീവിതത്തിൽ അത്ര കണ്ടൊന്നും ചിരിക്കാത്ത, നരകം പേടിച്ച് ജീവിച്ച അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റളിയല്ലാഹു അൻഹു വഫാത്തിൻ്റെ സമയത്ത് ചിരിക്കുന്നുണ്ട്. ജാമിഉ കറാമത്തിൽ ഔലിയായിൽ കാണാം. ആ ചിരിക്കുന്ന കണ്ടപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ ചിരിക്കണത്? സൂറത്തു സ്വാഫാത്തിൽ ആയത്തോതി, ലിമിസ്ലി ഹാദാ ഫല്യഅമലിൽ ആമിലൂൻ, പണിയെടുക്കേണ്ട കാലത്ത് പണിയെടുത്താൽ ചിരിക്കേണ്ട കാലത്ത് ചിരിക്കാം. അല്ലാ, നീ നമുക്ക് തൗഫീഖ് ചെയ്യണേ റഹ്മാനെ. ഞാൻ ഒറ്റൊരാശയം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. പിന്നീട് നന്നാവാം എന്ന് ചിന്തിക്കുന്നതിൻ്റെ ഒരു അബദ്ധം പറയാം. മക്കത്ത് ആഷ എന്ന് പേരുള്ള ഒരാളുണ്ടായിരുന്നു. അയാൾ മദീനത്ത് പോയിട്ട് ഇസ്ലാം സ്വീകരിച്ച് നന്നാവണം എന്ന് വിചാരിച്ച് പോകുമ്പോൾ ശത്രുക്കൾ പിടിച്ചു. എന്നിട്ട് അയാളോട് പറഞ്ഞു, എവിടെ പോവാ? ഇസ്ലാം സ്വീകരിക്കാം, നന്നാവണം, കുറേ തെറ്റുകുറ്റങ്ങളിലായിട്ട്. അവിടെ പോയാൽ ഒറ്റ ആളെ മാത്രമേ ആരാധിക്കാൻ പറ്റുള്ളൂ, ബഹുവൊന്നും പറ്റൂല, ബഹുദൈവമൊന്നും പറ്റൂല. അതന്നെയല്ലേ അതിൻ്റെ ശരി എന്നൊക്കെ പറഞ്ഞു. ഇയാളെങ്ങനെയും പറ്റിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടോ പറഞ്ഞു, ഇസ്ലാം സ്വീകരിച്ച വ്യഭിചാരം നിഷിദ്ധാട്ടോ, വ്യഭിചാരം അന്യ പെണ്ണിൻ്റെ അടുത്ത് പോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അത് ഇസ്ലാം പറഞ്ഞിട്ടില്ലെങ്കിലും പോകാൻ പാടില്ല, അല്ല വേറെ ഏതോ പെണ്ണിൻ്റെ അടുത്ത് നമ്മൾ പോയി. ഇയാൾ ഒരു നിലക്കും ബ്ലോക്ക് ചെയ്യില്ല, ചെയ്യാൻ പറ്റൂല എന്ന് കണ്ടപ്പോൾ കുറേ പറഞ്ഞു നോക്കി. ലാസ്റ്റ് പറഞ്ഞു, ഇസ്ലാമിൽ കള്ളുകുടി പറ്റൂല. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ പറഞ്ഞു, കള്ളുകുടി പറ്റൂല അല്ലേ, അടിച്ചുപൊളി പറ്റൂല അല്ലേ, ശരിയാവില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, 1 കൊല്ലം അടിച്ച് കുടിക്കാം, ക്യാമ്പസ് കാലം ഡിഗ്രി തീരുന്നവരെ അടിച്ചു പൊളിക്കാം, പിന്നീട് ഏതായാലും റമദാനിൽ വരുന്നുണ്ടല്ലോ, അങ്ങനെ അടിച്ചു കുടിക്കാം, പിന്നീട് നന്നാവാം. 1 കൊല്ലം കുടിക്കാൻ തീരുമാനിച്ചിട്ട് മൂപ്പര് മക്കത്തേക്ക് തന്നെ തിരിച്ചു പോകുന്ന വഴി കുതിരപ്പുറത്തും താഴെ വീണ് മരിച്ചു. ഇതാണ് പിന്നീട് നന്നാവാം എന്ന് ചിന്തിക്കുന്നവരുടെ ദുരന്തം. ഇമാം ഖുർത്തുബി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ കൊണ്ടുവരുന്നു. അള്ളാഹു നമ്മളെല്ലാവരെയും നന്നാക്കുമാറാവട്ടെ, നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാവട്ടെ. അല്പം വൈകി വന്നതും വൈകി അവസാനിച്ചതൊക്കെ നിങ്ങളുടെ പൊരുത്തത്തിലാവും എന്ന് വിചാരിച്ച് ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുന്നു. അള്ളാഹുവെ നമ്മുടെ മജ്ലിസ് ഖബൂലാക്കണേ റഹ്മാനെ.